ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ നമ്മൾ വ്യത്യസ്തമായ വിഭവങ്ങളെല്ലാം പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ധാരാളം വിഭവങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ വെജിറ്റേറിയൻ ഉണ്ടാകും, നോൺ വെജ് ഉണ്ടാകും, സ്വീറ്റ് ഐറ്റംസ്, ഡിസേർട്ട്സ്, കേക്ക്സ്, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ. പക്ഷേ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു നോൺ വെജ് തയ്യാറാക്കും. കാര്യം നോൺ വെജ് എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. എല്ലാവർക്കും അല്ല, കുറേ പേർക്കെങ്കിലും. കാര്യം പിന്നെ എന്താ പറയുക, മീനാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ, മട്ടൺ, ബീഫ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് റെഡ് മീറ്റ് ആൾക്കാർ വളരെയധികം കുറച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യം നോക്കുകയാണ് ആൾക്കാരിപ്പോൾ. അതുകൊണ്ട് തന്നെ പക്ഷേ അതേസമയം ചിക്കൻ കഴിക്കുന്നത് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ചിക്കന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വ്യത്യസ്തമായ ചിക്കൻ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ഒരു ചിക്കൻ്റെ വിഭവം തന്നെയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ്റെ വിഭവം എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ വളരെ ഡിഫറെൻറ്റ്, വളരെ വ്യത്യസ്തമായ, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, അതേസമയം നല്ല രുചിയുള്ളൊരു ചിക്കൻ. നല്ല കളർഫുള്ളാണ് ഈ ചിക്കൻ, നല്ല നിറമാണ് ഈ ചിക്കന്. കാര്യം റെഡ് ചിക്കനാണ്. അപ്പോൾ ഒരു റെഡ് ചിക്കൻ കറി, നല്ല ചുവന്ന കോഴിക്കറി, ഇത് വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കാം, അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 25 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: പിരിയൻ മുളക് 40 എണ്ണം, വിനാഗിരി 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 16 വലിയ അല്ലി, ഇഞ്ചി 2 വലിയ ചതുര കഷ്ണം, സവാള 6 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, എണ്ണ 2 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1.5 കപ്പ്, വെള്ളം ഏകദേശം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് നല്ല ചുവന്ന കോഴിക്കറി തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു കോഴിക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഗരം മസാലയൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പോൾ വളരെ കുറച്ച് ചേരുവകളെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അത് അതുപോലെ പാലിച്ചിരിക്കും. എത്ര ചേരുവകളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് വളരെ കുറച്ചെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മസാലയ്ക്ക് വേണ്ടത് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതാണ് അരയ്ക്കാനുള്ള പ്രധാന ചേരുവകൾ. മുളകെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും മുളക് പൊടിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഒരു വ്യത്യാസം. അപ്പോൾ നമുക്ക് മുളക്, വറ്റൽ മുളക് തന്നെ ഉപയോഗിക്കാം. അതും പിരിയൻ മുളക്. പിരിയൻ മുളകെന്ന് പറയുമ്പോൾ കാശ്മീരി റെഡ് ചില്ലീസ്. അതിനാകുമ്പോൾ നല്ല നിറമുണ്ടാകും, വലിയ എരിവും കാണില്ല. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിടണം. ഏകദേശം ഒരു 1-2 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ നല്ല കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഇത് വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ പിരിയൻ മുളകിനെ ഒരു എണ്ണം പറയുകയാണെങ്കിൽ 40 എണ്ണം, 40 പിരിയൻ മുളക് ഇങ്ങനെ വെള്ളത്തിലിടുക. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും. അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക ഒരു 10-15 മിനിറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. അത് കഴിഞ്ഞ് അരയ്ക്കാൻ എളുപ്പമായിരിക്കും. എന്തായാലും കുതിർത്ത് എടുത്ത പിരിയൻ മുളക് ഒരു 40 എണ്ണം. എണ്ണം ഞാൻ കറക്റ്റ് പറയാം, 40. 40 എന്ന് പറയുമ്പോൾ ഒരുവിധം നല്ല എരിവുള്ള കറിയായിരിക്കും. പിന്നെ എരിവ് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 40 എന്നുള്ള 35 ആകാം, 30 ആകാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ചൈന വെളുത്തുള്ളിയാണ്. ഒരു പക്ഷേ ഫ്ലേവറിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാടൻ വെളുത്തുള്ളി ഒന്നും വെല്ലാൻ പറ്റില്ല. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എളുപ്പത്തിൽ വീട്ടമ്മമാർക്ക് കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അരിയാനാണെങ്കിലും അല്ലെങ്കിൽ തൊലിക്കാനാണെങ്കിലും ഒക്കെ എളുപ്പം ഈ വലിയ വെളുത്തുള്ളിയാണ്. എന്തായാലും വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 15-16 അല്ലി വലുത്. പിന്നെ ചെറുതാണെങ്കിലും കുറച്ച് കൂടുതൽ വേണം. 2 ഉണ്ടെന്ന് പറയാം. 2 ഉണ്ട വെളുത്തുള്ളി ചെറുതാണെങ്കിൽ. നാടൻ വെളുത്തുള്ളിയാണ്. എന്തായാലും വലുതാണെങ്കിലും എനിക്ക് തോന്നുന്നു 1.5 വലിയ ഉണ്ട വെളുത്തുള്ളി വേണ്ടി വരും. അതും അതിൻ്റെ കൂടെ 2 വലിയ കഷ്ണം ഇഞ്ചി, 2 സ്ക്വയർ പീസ്, 2 ചതുര കഷ്ണം. ഈ 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം, മഷി പോലെ. അതായത് വറ്റൽമുളക് വെള്ളത്തിൽ പിരിയൻ മുളക് വെള്ളത്തിൽ കുതിർത്തതും, ഇഞ്ചി 2 വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 15-16 വലിയ അല്ലി, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. എന്നാലും ചിക്കൻ ഇവിടെ ഒരു 25 പീസായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കിലോ ഉള്ള കോഴിയാണ്. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മുളക് പേസ്റ്റ് ഇവിടെ അരച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ട കാര്യം. അപ്പോൾ മസാല പേസ്റ്റ്, വറ്റൽമുളക്, വേറെ ഒന്നുമില്ല. ഇത് പിരിയൻ മുളക് 40 എണ്ണം വെള്ളത്തിൽ കുതിർത്തതും, 2 വലിയ കഷ്ണം ഇഞ്ചിയും, ഒരു 15-16 വലിയ അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ കല്ല്, പണ്ടൊക്കെ നമ്മൾ കല്ല് കഴുകി എടുക്കുന്നു പറയും. ഇപ്പോൾ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം അതും കൂടി ചേർത്ത്, അത് ഒട്ടും തന്നെ നമ്മൾ മുളക് കളയണ്ട എന്നുള്ളത് കൊണ്ട് അതും കൂടി ചേർത്തങ്ങ് എടുക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള മസാല. ഇനി ഒരു കാര്യം കൂടി വേണം ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, കുറച്ച് വറുത്ത തേങ്ങ ഒരു 1.5 കപ്പ് ചിരകിയത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വറുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ, പക്ഷേ അത്രയും മൂക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. അതിലേക്ക് ചൂട് കെട്ടുള്ളൊരു പാത്രം. തേങ്ങ നമ്മൾ 1.5 കപ്പാണ്, ഇത് കറക്റ്റ് അളവ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഉണക്കത്തേങ്ങയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും കാര്യങ്ങൾ, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും.
ഇതൊന്ന് ഇത് വറുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇതിന് മാത്രമല്ല, ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ തേങ്ങ വറുക്കുമ്പോൾ, ഇപ്പോൾ തീയലിന് വേണ്ടിയിട്ടാണെങ്കിലും തേങ്ങ വറുക്കുമ്പോൾ ആദ്യം ഒന്ന് വെറുതെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുക. അതായത് എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് വറുത്ത് ഇതിലെ ജലാംശമെല്ലാം വറ്റി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു സ്റ്റേജിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും എണ്ണ. അപ്പോൾ അതൊരു ചെറിയ പൊടിക്കൈയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങ മൂപ്പിക്കുമ്പോൾ നല്ലൊരു മണമാണല്ലോ. എന്തായാലും ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതും നല്ല മഷി പോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ ബൗളിൽ വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിക്കുക. അപ്പോൾ നല്ലതായിട്ട് പൊടിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതും കൂടി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി റെഡിയാകും. അപ്പോൾ തേങ്ങയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങ പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വറുത്ത തേങ്ങ 1.5 കപ്പ് നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ മിക്സി എല്ലാം കഴുകി എടുത്തൊരു ബൗൾ നിറച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് റെഡിയാണ്. മുളക് പേസ്റ്റും റെഡിയാണ്. അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതാണ് വേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ എന്ന് പറഞ്ഞാൽ ഏത് തരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയാകാം. കാര്യം ഇത് തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു നാടൻ രുചി വന്നാലും കുഴപ്പമില്ല. എണ്ണയുടെ സ്വാദ് ഇപ്പോൾ എന്തായാലും കോക്കനട്ട് ഓയിലാണെങ്കിലും വലിയ പ്രശ്നമില്ല. തേങ്ങ ചേർക്കുന്നൊരു വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണ ഓക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലായിരിക്കും, അങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ. ഈ എണ്ണയുടെ അളവും ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു ടേബിൾ സ്പൂണിലും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂണിലും ചെയ്യാം. കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ സവാള വെറുതെ ഡ്രൈ ആയിട്ടൊന്ന് വറുക്കണം. അപ്പോൾ അതിനകത്തുള്ള ഈർപ്പം എല്ലാം പോയി കഴിഞ്ഞിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയുടെ അളവ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും സവാള മൂപ്പിച്ചെടുക്കാൻ. എന്തായാലും ഇപ്പം നമ്മൾ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഏതാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരു 6 ഇടത്തരം എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതല്ല, തീരെ ചെറുതല്ല, മീഡിയം ഇടത്തരം സൈസ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ, അപ്പോൾ സവാളയുടെ നിറം മാറി തുടങ്ങണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള മൂത്ത് കിട്ടും. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള നിറം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, അതായത് മുളക് പേസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതിൽ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 40 മുളകാണ്, പിരിയൻ മുളക് വെള്ളത്തിൽ കുതിർത്ത്, 2 വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 15 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്തരച്ചതാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ശ്രദ്ധിക്കുക, മഞ്ഞൾപ്പൊടി ഇല്ലാത്തൊരു ഐറ്റമാണ്. കാര്യം മഞ്ഞൾപ്പൊടി ചേർത്താൽ ഈ ഒരു റെഡ് കളറല്ല, കുറച്ചൊരു കളർ ഡിഫറൻസ് വരും. ഇത് കറക്റ്റ് റെഡായിട്ട് തന്നെ കിട്ടും, നല്ല ചുവന്ന നിറമായിരിക്കും. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ മുളക് പേസ്റ്റ് ചേർത്തു. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ, 3 വലിയ സ്പൂൺ വിനീഗർ. അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം വിനീഗർ ചേർത്ത് വേണമെങ്കിലും അരയ്ക്കാം. പക്ഷേ അത്രയും കൊണ്ട് തീരില്ല, കുറച്ച് വെള്ളം എന്തായാലും വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചാലും മതിയാകും. ഇനി കടുക്. പിന്നെ ഈ മസാല പേസ്റ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറണം. പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ വിനീഗറും കൂടി ഒഴിച്ചപ്പോൾ ആ വിനീഗറും കൂടി ചേർന്ന് വരുമ്പോൾ ആ എരിവ് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഒന്ന് കുറയും. ഭയങ്കര കുത്തുന്ന ആ ഒരു മണവും, മുളകിൻ്റെ ഒരു കുത്തലുണ്ട്, ആ മണവും ആ ഒരു രുചിയും ഒന്ന് മാറിക്കിട്ടും. വിനാഗിരി ചേർക്കണം. 3 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചച്ചുവ മാറി നല്ലൊരു മണം വരും. ഇതിൽ പച്ചച്ചുവ എന്ന് പറയുമ്പോൾ മുളകിൻ്റെ മാത്രമല്ല, ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും നമ്മൾ വെറുതെ അരച്ചെടുത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു പച്ച മാറി കിട്ടണം. മസാല പേസ്റ്റ് എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവ എല്ലാം മാറി. ഇപ്പോൾ ഒരു പച്ച മണമൊന്നുമില്ല, മൂത്തൊരു മണം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ, കോഴിയുടെ പീസസ്
കോഴി കഷ്ണങ്ങളും ചേർക്കാം. ഇതിപ്പോൾ ഒരു കോഴി 1.5 കിലോയുടെ കോഴി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു 25 പീസായിട്ട് മുറിച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മുളകിൻ്റെ പേസ്റ്റൊക്കെ കോഴിയിലൊക്കെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടട്ടെ, നല്ല പൊതിഞ്ഞ് വരട്ടെ. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാൻ വേണമെങ്കിൽ അവസാനവും ചേർക്കാമല്ലോ. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ. ഒരുപാട് എരിവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഇല്ല എത്ര മുളക് ചേർത്തു, പക്ഷേ ഇത്രയും കോഴിയുടെ പീസസ് അതിൽ കോട്ട് ചെയ്ത് വന്നപ്പോൾ എത്ര മുളകുണ്ട്? ഇതെല്ലാം അതിൽ പിടിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതെല്ലാം പിടിച്ച് വരുമ്പോൾ പാകത്തിനുള്ള എരിവ് മാത്രമേ ഉണ്ടാകൂ. ഇനി ഇതിലേക്ക് എന്തായാലും ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. എന്നാലും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. ഒരു പകുതി വേഗാവുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പകുതി വേഗമായി കാണും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഈ 1.5 കിലോ ചിക്കനിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരു 40 പിരിയൻ മുളക് കൂടുതലല്ല. പിന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്, അപ്പോൾ പകുതി വേഗമാകുമ്പോൾ തന്നെ തേങ്ങാ പേസ്റ്റ്, തേങ്ങ വറുത്ത് അരച്ചത് 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതുകൂടി ചേർക്കാം. മഷി പോലെ അരച്ചെടുത്തതാണ് പേസ്റ്റ് രൂപത്തിൽ. അതും കൂടി ഞാൻ ചേർത്തു. എന്നിട്ട് അതും കൂടി ഒന്നിൻ്റെ കൂടെ യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിരുന്നു, അത് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ വീണ്ടും കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കുറച്ചുകൂടി. ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ഈ തേങ്ങ ചേർക്കുന്നത്, ഒരു പകുതി വേഗമാകുമ്പോൾ. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. തേങ്ങ അരച്ച് വെച്ച പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ. ഞാനൊന്നും കളയുന്നില്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കാം. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. പാത്രം വീണ്ടും ഒന്ന് അടച്ചിടാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഷ്ണങ്ങൾ വെന്ത് ചാറൊക്കെ പാകത്തിന് കുറുകി കഴിയുമ്പോൾ നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാം പാകത്തിനായി കഴിയുമ്പോൾ ഉപ്പും കൂടി നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. എന്തായാലും ഇതൊന്ന് വേകട്ടെ. ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. റെഡ് ചിക്കൻ കറി നോക്കൂ, റെഡല്ലേ ഇത്? നല്ല ഇതിനെക്കാട്ടിൽ എങ്ങനെ റെഡാക്കാൻ സാധിക്കും നമുക്കൊരു ചിക്കൻ കറിയെ? നല്ല ചുവന്ന ഒരു കോഴിക്കറി. അപ്പോൾ ഞാൻ ഇപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിരിക്കുവാണ്. പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണയൊക്കെ മുകളിലിങ്ങനെ തെളിഞ്ഞ് വരും. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല കുറുകിയ ചാറാണ്, ആവശ്യത്തിന് ചാറുണ്ട്. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വ്യത്യസ്തമായ മണം ഉണ്ട്, പക്ഷെ വ്യത്യസ്തമായ മണം, നല്ല കളറും നല്ല രുചിയുമുള്ള ഒരു കോഴിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല റെഡ് ചിക്കൻ കറിയാണ്. ഇത് നല്ല കപ്പയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ ചപ്പാത്തിക്ക് പറ്റിയൊരു കാര്യമാണ്. എന്തായാലും വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഇങ്ങനൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മസാലയും വേണ്ട, മഞ്ഞൾപ്പൊടിയും വേണ്ട, ഒന്നും വേണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക്, പിന്നെന്താ കുറച്ച് തേങ്ങ, ഉപ്പ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാം. പിന്നെ സവാള വിട്ടുപോയി, സവാളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി. പിന്നെ ഇതിനെങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കറിവേപ്പില വയ്ക്കാം, മല്ലിയില ഇടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു അലങ്കാരവും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ചുമന്ന കളറിനെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. ഞാൻ അതുകൊണ്ടൊരു വെള്ള പാത്രത്തിൽ വിളമ്പി എന്ന് മാത്രം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.